90കളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ കാണുന്നവരും കാലഘട്ടം കുറച്ചധികം പുറകിലേക്ക് പോയി അതിനനുസരിച്ച് അമിത പ്രതീക്ഷയുടെ ഭാരമില്ലാതെ കണ്ടാൽ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായി തോന്നിയേക്കാം. സിനിമയിൽ അങ്ങിങ്ങായി കണ്ടെത്തിയ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഇന്ന് പങ്കുവയ്ക്കുന്നു. ഉജ്ജ്വലൻ്റെ ലൈബ്രറിയുടെ പേര് ഷെർലക് ലൈബ്രറി എന്നാണ്. ഷെർലക് ഹോംസ് എന്ന പ്രശസ്ത കുറ്റാന്വേഷണ കഥാപാത്രത്തിൻ്റെ പേര്. അതിന് സൈഡിലായി ഹിസ് ഹൈനസ് അബ്ദുള്ളയുടെയും അക്കരെ അക്കരെ അക്കരയുടെയും പോസ്റ്റേഴ്സ് കാണാം. ഇത് രണ്ടും 1990 റിലീസ് ചെയ്ത സിനിമകളാണ്. കഥ നടക്കുന്ന കാലഘട്ടം 90കളിൽ നിന്നാണെന്ന് കൂടുതൽ വ്യക്തതയോടെ കാണിക്കാൻ കൂടിയാണിത്. പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് SI സച്ചിൻ മുടി ചീകുന്നതും ചീപ്പ് കാലിനടിയിലേക്ക് വെക്കുന്നതും എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതിനുശേഷം ആൽമരച്ചുവട്ടിൽ വെച്ച് അടുത്ത ഷൂട്ടിംഗ് നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ SI സച്ചിൻ്റെയും അടുത്തിരിക്കുന്ന പോലീസുകാരൻ്റെ ഇടയിലായി ആ ചീപ്പ് കാണുവാൻ സാധിക്കും. എപ്പോഴും മുടി ചീകി സുന്ദരനാവാൻ ശ്രമിക്കുന്നയാളാണ് SI സച്ചിൻ എന്ന് വളരെ ചെറിയൊരു കണ്ടിന്യൂറ്റി ഡീറ്റെയിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ലീലാവിലാസം എന്നാണ്. അതിന് താഴെയായി 221B എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 221B എന്നത് ഷെർലക് ഹോംസിൻ്റെ വീടിൻ്റെ നമ്പറാണ്. ഉജ്ജ്വലനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ മുറിയിലെ മേശയിലിരിക്കുന്ന ബുക്ക് പ്രശസ്ത ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് അഗത ക്രിസ്റ്റിയുടെ ദ മാൻ ഇൻ ദി ബ്രൗൺ സ്യൂട്ട് ആണ്. ശേഷം ഉജ്ജ്വലൻ തൻ്റെ വാക്മാൻ എടുക്കുന്നത് എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന പുസ്തകത്തിന് മുകളിൽ നിന്നുമാണ്. ഇത് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ആദ്യമായി വരുന്ന ആർതർ കോനൻ ഡോയിൽ എഴുതിയ ഡിറ്റക്റ്റീവ് നോവലാണ്. ശേഷം ഡ്രസ്സ് മാറി ചുമരിൽ നോക്കി മൈ ഹീറോസ് എന്ന് പറയുന്നുണ്ട്. ചുമരിലുള്ളത് ഷെർലക് ഹോംസ്, ബാറ്റ്മാൻ, കൂടെ സേതുരാമയ്യരുമാണ്. മൊത്തത്തിലൊരു ഡിറ്റക്റ്റീവ് മയം. ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ പ്രശസ്തമായ സൈക്കോ എന്ന ഹൊറർ ത്രില്ലർ സിനിമയാണ് ഉജ്ജ്വലൻ ഇരുന്ന് കാണുന്നതും അതിലെ കഥാപാത്രങ്ങളെ കേരളത്തിലെ പശ്ചാത്തലത്തിലേക്ക് മാറ്റി എഴുതി കഥ തയ്യാറാക്കിയാണ് പിറ്റേന്ന് പ്ലാച്ചിക്കാവ് ജംഗ്ഷനിൽ പോയിരുന്നു പറയുന്നത്. ബുക്കിൽ നോർമൻ ബേറ്റ്സിനെ ബാലൻ ചേട്ടൻ എന്നും മാരിയോൺ ക്രെയിനിനെ മേരി എന്നും മാറ്റി എഴുതിയാണ് കഥ പറയുന്നത്. സിനിമയുടെ കഥ അതേപോലെ തന്നെയാണ് ഉജ്ജ്വലനും പറയുന്നത്. ശംഭു മഹാദേവ് പറയുന്ന അമേരിക്കൻ സീരിയൽ കില്ലർ ദി ബൂഗിമാൻ 1957 അമേരിക്കയിൽ ഉണ്ടായിരുന്നത് 1930കളിലായിരുന്നു. മാത്രമല്ല സിനിമയിൽ പറയുന്നത് പോലെ ഈ ബൂഗിമാനെ പിടിക്കാൻ കഴിയാതിരുന്നില്ല. പിടിക്കുകയും ചെയ്തു, ഇലക്ട്രിക് ചെയറിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. ആൽബർട്ട് ഫിഷ് എന്നയാളായിരുന്നു അത്. സിനിമയിൽ പറയുന്നത് ചിലപ്പോൾ ഒരു റെഫറൻസ് എന്ന രീതിയിൽ മാത്രമാവും. ബൂഗിമാൻ നടത്തുന്ന കൊലപാതകങ്ങൾ പ്രേക്ഷകനെ കാണിക്കുന്നത് വളരെ വേഗത്തിലും ഡീറ്റെയിലിംഗ് കാര്യമായി ഇല്ലാതെയുമാണ്. അതായത് ബൂഗിമാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നു, അത്രമാത്രം. എന്നാൽ പോലീസ് സ്റ്റേഷനിലെ ക്രൈം ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ ഒന്ന് വിശദമായി നോക്കിയാൽ ക്രൈം നടന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വലത്തെ സൈഡിലെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ബ്ലണ്ട് ഫോഴ്സ് ട്രോമ ടു ദി ഹെഡ് ആൻഡ് ടോഴ്സോ, 9 to 10 PM, ബ്രൂട്ടൽ ആൻഡ് വയലൻ്റ് അസോൾട്ട്, പ്രൊലോങ്ഡ് ആൻഡ് ഇൻറ്റൻസ് അറ്റാക്ക് എന്നിങ്ങനെയാണ്. ഓരോന്നായി അർത്ഥം നോക്കിയാൽ ബ്ലണ്ട് ഫോഴ്സ് ട്രോമ ടു ദി ഹെഡ് ആൻഡ് ടോഴ്സോ ശരീരത്തിന് പുറമെ വ്യക്തമായ മുറിവുകളോട് കൂടിയോ അല്ലാതെയോ വായ്ത്തലയില്ലാത്ത എന്തോ വസ്തു വെച്ച് തലയിലും നെഞ്ചിലും വയറിലും ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നു. ചിലപ്പോൾ ആന്തരികമായ രക്തസ്രാവം ഉണ്ടായേക്കാം. വാരിയെല്ലുകൾക്ക് പൊട്ടലും തലയോട്ടി തകർന്നുമിരിക്കാം. 9 to 10 PM എന്നത് സംഭവം നടന്ന സമയഘട്ടം ആയിരിക്കും. ബ്രൂട്ടൽ ആൻഡ് വയലൻ്റ് അസോൾട്ട് മനഃപൂർവ്വം പൈശാചികമായ രീതിയിൽ ആക്രമിക്കുക. പ്രൊലോങ്ഡ് ആൻഡ് ഇൻറ്റൻസ് അറ്റാക്ക് സാധാരണയിലും അധികം സമയം നീണ്ടുനിന്ന തുടർച്ചയായ കാഠിന്യമേറിയ ആക്രമണം. അതായത് തലയ്ക്കടിച്ചു വീഴ്ത്തി ശരീരം ആസകലം തുടർച്ചയായി ക്രൂരമായി പരിക്കുകൾ ഉണ്ടാക്കി കൊലപാതകി ആസ്വദിച്ച് കൊന്നു എന്നർത്ഥം. അതായത് ഇരയുടെ ജീവൻ പോയിട്ടും ആക്രമണം തുടർന്നു എന്ന് വേണം കരുതാൻ. ഇടതുവശത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്: എക്സ്റ്റേണൽ എക്സാമിനേഷൻ, ഇൻറ്റേർണൽ എക്സാമിനേഷൻ. എക്സ്റ്റേണൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ്: മൾട്ടിപ്പിൾ കൺറ്റ്യൂഷൻസ് അഥവാ തൊലിയിലും തൊട്ടു താഴെയുള്ള കോശകലകളിലും വ്യത്യസ്തങ്ങളായ പരിക്കുകൾ. സിവിയർ സ്വെല്ലിംഗ് ആൻഡ് ബ്രൂയിസിംഗ് അഥവാ ഒരുപാട് ചതവുകളും മുറിവുകളും. ലാസറേഷൻ ഓൺ ദി സ്കാൽപ്പ് തലയോട്ടിയിൽ ആഴത്തിലുള്ള മുറിവ്. ഡിഫൻസീവ് വൂൺസ് ഓൺ ദ ഹാൻഡ്സ് ആൻഡ് ഫോർ ആംസ് ആക്രമണം ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റ കയ്യിലെ മുറിവുകൾ, അല്ലെങ്കിൽ നിലത്ത് വീണ് നിരങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച മുറിവുകളും ആവാം. അബ്രേഷൻസ് ഓൺ ദി നീസ് ഇരയുടെ കാൽമുട്ടിൽ നിന്നും മേൽത്തൊലി വേർപെടുന്നതാണിത്. മുട്ടുകാലിൽ നിന്ന് തൊലി വേർപെട്ടുണ്ടാകുന്ന മുറിവ് ഒന്നെങ്കിൽ ഇര കമഴ്ന്നു വീണതിന് ശേഷം നിരങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ കൊന്നതിന് ശേഷം ഇരയെ വലിച്ചുകൊണ്ട് പോയപ്പോൾ സംഭവിച്ചതും ആവാം. അതുമല്ലെങ്കിൽ കൊലപാതകി ഇരയെ ബലം പ്രയോഗിച്ച് കമഴ്ത്തി കിടത്തി ആക്രമിച്ചതും ആവാം. ഇൻറ്റേർണൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് സബ്ഡ്യൂറൽ ഹെമറ്റോമ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ബ്രെയിൻ സ്വെല്ലിംഗ് തലച്ചോറിനെ സംരക്ഷിക്കുന്ന കോശകലകളുടെ പാളികളിൽ ഒന്നായ ഡ്യൂറ മാറ്ററിനും ഇടയിൽ ചോര തളം കെട്ടി നിൽക്കുന്നതാണ് സബ്ഡ്യൂറൽ ഹെമറ്റോമ. ഇത് തലയിൽ ആഘാതം ഏൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്.
കൂടെ ബ്രെയിൻ സ്വെല്ലിംഗ് അഥവാ തലച്ചോറിന് വീക്കവും സംഭവിച്ചിട്ടുണ്ട്. ബൂഗിമാൻ്റെ ആദ്യത്തെ ആക്രമണം തന്നെ ചുറ്റിക വെച്ച് തലയ്ക്ക് അടിക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കും. ഫ്രാക്ചേഴ്സ് ഓഫ് ദ സ്കൾ, റിബ്സ് ആൻഡ് ലെഫ്റ്റ് ഹ്യൂമറസ്. തലയോട്ടി തകരുക, വാരിയലുകൾ പൊട്ടുക, ഇടത്തെ കൈയിലെ തോളിൽ നിന്നും മുട്ടുവരെയുള്ള ഭാഗത്തെ നീളം കൂടിയ എല്ലായ ഹ്യൂമറസ് ബോൺ ഒടിയുക. ഈ ഹ്യൂമറസ് ബോൺ ഒടിഞ്ഞാൽ കൈ പൊക്കാൻ പോലും കഴിയില്ല. തലങ്ങും വിലങ്ങും ആക്രമിച്ചപ്പോൾ സംഭവിച്ചതാവാം ഇതൊക്കെ. സിവിയർ ഹെമറേജ് ഇൻ ദി തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റീസ്. നെഞ്ചിലും വയറിലും തീവ്രമായ ആന്തരിക രക്തസ്രാവം. ലസറേഷൻസ് ഓഫ് ദ ലങ്സ്, ലിവർ ആൻഡ് സ്പ്ലീൻ. ശ്വാസകോശത്തിലും കരളിലും പ്ലീഹയിലും ആഴത്തിലുള്ള മുറിവ്. ശ്വാസകോശത്തിൽ ആഴത്തിൽ മുറിവുണ്ടായത് നെഞ്ചിൽ ചുറ്റിക വെച്ച് അടിച്ചപ്പോൾ പൊട്ടിയ വാരിയലുകൾ കുത്തിക്കയറിയതുകൊണ്ടാവാം. പിന്നെ കരളിലും പ്ലീഹയിലും മുറിവുകൾ ഉണ്ടായത്. ഇത് രണ്ടും വയറിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വയറിൽ ആഞ്ഞടിച്ചപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾക്ക് മുറിവേറ്റു എന്ന് വേണം കരുതാൻ. ശേഷം കൊടുത്തിരിക്കുന്ന പോലീസ് കണ്ടെത്തിയ റിസൾട്ട് ഇതാണ്: ദ ഡെത്ത് വാസ് എ റിസൾട്ട് ഓഫ് ബ്രൂട്ടൽ ആൻഡ് ഇൻറ്റൻസ് അസോൾട്ട്. ദി എക്സ്റ്റെൻസീവ് ഇഞ്ചുറീസ് സജസ്റ്റ് പ്രൊലോങ്ഡ് ആൻഡ് ഇൻറ്റൻസ് അറ്റാക്ക്. ഒരുപാട് നേരം നീണ്ടുനിന്ന ക്രൂരമായ ആക്രമണമാണ് മരണകാരണം. ഇനി ഇതെല്ലാം 90കളിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ട. ഇതെല്ലാം മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെ അടിസ്ഥാനപരമായ കണ്ടെത്തലുകളാണ്. ഇതെല്ലാം കണ്ടെത്തുവാൻ ഫോറൻസിക് സർജന് എളുപ്പത്തിൽ കഴിയും. തോന്നിയ കണക്കിന് കുറേ മെഡിക്കൽ ടേംസ് എടുത്തു വെച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കി പ്രേക്ഷകനെ കാണിക്കുകയല്ല മേക്കേഴ്സ് ചെയ്തിട്ടുള്ളത്. സിനിമയിലെ വില്ലൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് കൃത്യമായ വിവരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ശംഭു സാർ കുറേ വിവരങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞ് ഉജ്ജ്വലൻ്റെ അടുത്തേക്ക് സച്ചിൻ സാർ വരുന്ന രംഗം. ഉജ്ജ്വലിനൊരു ബുക്ക് നോക്കി എന്തോ എഴുതുന്ന പോലെയാണ് ആദ്യം തോന്നുക. പക്ഷേ പുള്ളി ചുമ്മാ എന്തൊക്കെയോ കുത്തി വരയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൊലപാതകിയെ അന്തിക്കുരുടൻ കണ്ടെന്ന് പറയുന്ന രംഗം. നാളുകളായി ഉജ്ജ്വലൻ്റെ കുളപ്പുരയിൽ താമസിക്കുന്ന അന്തിക്കുരുടൻ ഇട്ടിരിക്കുന്നത് ഉജ്ജ്വലൻ്റെ ടീഷർട്ടാണ്. ജഗദീഷിൻ്റെ ക്യാരക്ടറായ ടീച്ചറാണ് സീരിയൽ കില്ലറെന്ന് പ്രേക്ഷകന് മനസ്സിലാവുന്നതിന് മുൻപുള്ള സീനുകളിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ജഗദീഷിൻ്റെ ക്യാരക്ടർ റിവീലേഷനിലേക്കാണ്. അതൊന്ന് നോക്കാം. ടീച്ചർ ജോമോന് വായിക്കാൻ കൊടുത്തതിൽ നിന്നും ജോമോൻ തുടർച്ചയായി വായിച്ചതും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ബൂഗിമാനായിരുന്നു. നാട്ടിൽ ഭീതി വിതച്ച സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള വാർത്തകൾ വായിച്ച് കില്ലറോടും ഒബ്സഷനായി തുടങ്ങിയിരുന്നു അയാൾക്ക്. ഒരിക്കലെങ്കിലും കില്ലറെ നേരിൽ കാണണം എന്ന് ജോമോൻ ആഗ്രഹിച്ചിരുന്നു. ജോമോൻ വായിക്കുന്ന ന്യൂസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞില്ല, ഡീകോഡ് ചെയ്യാവുന്നത് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഇങ്ങനെയാണ്: എന്നേക്കുമായി അപ്രത്യക്ഷമായെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച അതിക്രൂര കൊലപാതകളിൽ ഒരാളായ ഭീകരൻ തിരിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ക്രൂരമായ കൊലപാതകത്തിൽ ഒരു കുടുംബം പൂർണ്ണമായും ഇല്ലാതായി. കൊല്ലപ്പെട്ടത് താഴത്തങ്ങാടി വലിയ വീട്ടിൽ കുമാരൻ്റെ കുടുംബമാണ്. കുമാരൻ, ഭാര്യ, മകൻ, മരുമകൾ, അവരുടെ കുട്ടി. ഇതേ രീതി മുൻപത്തെ കൊലപാതകങ്ങളിൽ കണ്ടതായും പോലീസ് അറിയിച്ചു. ക്രൂരതയുടെ അവശേഷിപ്പുകൾ അകലെ നിന്ന് തന്നെ ഭയാനകതയേറിയതായി കരുതാവുന്ന വിധത്തിലാണ്. അക്രമി വീടുകളിലേക്ക് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിച്ചതിനാൽ വീടുകളുടെ വാതിലുകളും ജനലുകളും സുരക്ഷിതമായി പൂട്ടണം. അന്യന്മാരെ സംശയാസ്പദമായി കാണണം. ഏത് ശബ്ദവും അവഗണിക്കരുത്. ദുരൂഹമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമിയുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഭീകരനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ സമീപിക്കുന്നതിനായി പോലീസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ന്യൂസ് റിപ്പോർട്ട്. ഒരിക്കൽ പോലും ടീച്ചർ വരാതിരുന്നിട്ടില്ല എന്ന് ജോമോൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ജോമോനെ ആദ്യമായി ടീച്ചർ കാണുന്നത് ജോമോൻ്റെ ചെറുപ്പത്തിലാണ്. എന്നും ജോമോന് ടീച്ചർ ക്ലാസ് എടുത്തിരുന്നു. വർഷങ്ങളോളം ജോമോൻ്റെ അടുത്ത് ടീച്ചർ എന്നും ഉണ്ടായിരുന്നു. ബൂഗിമാൻ്റെ പുസ്തകങ്ങൾ കൊടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞത്, ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞേ ഇനി വരൂ എന്നാണ്. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ സീരിയൽ കില്ലർ കൊലപാതകങ്ങൾ നടത്തി. ന്യൂസിൻ്റെ തുടക്കത്തിൽ പറയുന്നത് എന്നേക്കുമായി അപ്രത്യക്ഷമായി എന്ന് കരുതിയ കൊലപാതകികളിൽ ഒരാളായ ഭീകരൻ തിരികെ വന്നു എന്നാണ്. വർഷങ്ങളായി ലോകത്തെ വിശ്വസിപ്പിച്ച ആ സീരിയൽ കില്ലർ ജഗദീഷ് അവതരിപ്പിക്കുന്ന ടീച്ചറാണ്. വർഷങ്ങളോളം ടീച്ചർ തൻ്റെ പിൻതലമുറക്കാരെ സൃഷ്ടിക്കുന്ന തിരക്കിലായിരുന്നു. ജോമോനെയും അവൻ്റെ ഇരട്ട സഹോദരനെയും. 5 അംഗ കുടുംബത്തെ കൊന്നതും ടീച്ചറായിരുന്നു. അതിനാണ് ഒരാഴ്ച ടീച്ചർ വിട്ടുനിന്നത്. മാത്രമല്ല, ന്യൂസ് പേപ്പറിൽ വന്ന സീരിയൽ കില്ലറിൻ്റെ രേഖാചിത്രത്തിൽ ഷർട്ടിട്ട് മുകളിൽ വരെ ബട്ടണിട്ട് മുഖംമൂടി ധരിച്ച ഒരാളായിരുന്നു. ടീച്ചറും അങ്ങനെ തന്നെയുള്ള ആളാണ്. ഒരിക്കലെങ്കിലും കില്ലറെ നേരിൽ കാണണമെന്ന് ജോമോൻ ആഗ്രഹിച്ചിരുന്നു. തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് ജോമോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജഗദീഷിൻ്റെ ക്യാരക്ടറിനെയാണ്, ദി ഒറിജിനൽ സീരിയൽ കില്ലർ. ഈ കാര്യങ്ങളെല്ലാം പ്രേക്ഷകന് മുൻപിലേക്ക് വെച്ചതിന് ഒരുപാട് ശേഷമാണ് ജഗദീഷിൻ്റെ ക്യാരക്ടറായ ടീച്ചറാണ് സീരിയൽ കില്ലറെന്ന് വെളിപ്പെടുത്തുന്നത്. ജോമോനോട് TV ചാനൽ ഓണർ ദേഷ്യപ്പെടുന്ന രംഗം. അപ്പോൾ ജോമോൻ ഒരു പേപ്പറിൽ എന്തോ എഴുതുകയായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നതിൽ വാർഷികം എന്ന് കാണാം.
അന്ന് രാത്രി താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ അശോകനെ കാണുന്നു. അപ്പോൾ അശോകൻ സംസാരിക്കുന്നത് സ്കൂൾ വാർഷിക പ്രോഗ്രാമിനെക്കുറിച്ചും അത് ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ്. സ്കൂൾ വാർഷിക പ്രോഗ്രാമിനെക്കുറിച്ചായിരുന്നു ചാനൽ റൂമിൽ വെച്ച് ജോമോൻ എഴുതിക്കൊണ്ടിരുന്നത്. കണ്ടിന്യൂറ്റി കൃത്യമായി കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ, അതും വളരെ ഭംഗിയായി. സിനിമയുടെ തുടക്കത്തിൽ കൊറിയ കുര്യനോട് ക്ലബ്ബിലിരുന്ന് ഉജ്ജ്വലൻ പറയുന്നത് പ്ലാച്ചിക്കാവിൽ 232 പേരുണ്ട് എന്നാണ്. 4 കൊലപാതകങ്ങൾക്ക് ശേഷം അവസാനം ജോമോൻ്റെ കൂട്ടാളിയെ പിടിക്കാനുള്ള പ്ലാൻ പറയുമ്പോൾ ഉജ്ജ്വലൻ പറയുന്നത് പ്ലാച്ചിക്കാവിൽ ഇപ്പോഴുള്ളത് 228 പേരാണ് എന്നാണ്. സിനിമയുടെ തുടക്കത്തിലും അവസാനവുമാണ് ഈ 2 ഡയലോഗുകളുള്ളത്. കൃത്യം 4 എണ്ണം കുറച്ചാണ് അവസാനം ഉജ്ജ്വലൻ പറയുന്നത്. ആ 4 പേരും കൊല്ലപ്പെട്ടിരുന്നു. ആദ്യത്തെ കൊലപാതകം നടക്കുമ്പോൾ പ്ലാച്ചിക്കാവിലെ വയലുകളിൽ ഞാറ് നട്ടിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. സിനിമ തീരുമ്പോൾ ആ ഞാറുകൾക്ക് ഏതാണ്ട് 1 മാസം പ്രായമായ രീതിയിൽ വളർന്നിട്ടുമുണ്ട്. ചെറുതാണെങ്കിലും നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഇത് തോന്നി. ജോമോൻ്റെ ഇരട്ട സഹോദരൻ്റെ പേര് സിനിമയിൽ ഒരിടത്തും പറയുന്നില്ല. കാസ്റ്റ് ക്രെഡിറ്റ് ലിസ്റ്റിൽ പോലും ജോമോൻ എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ സിനിമയുടെ അവസാനം പ്ലാച്ചിക്കാവിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇരട്ട സഹോദരങ്ങൾ എന്ന ന്യൂസ് റിപ്പോർട്ടിൽ 2 പേരുടെയും പേര് പറയുന്നുണ്ട്. ജോമോൻ്റെ ഇരട്ട സഹോദരൻ ജേക്കബാണ്. ഉജ്ജ്വലൻ്റെ സക്സസ് ബോർഡിൽ സിനിമ അവസാനിക്കുമ്പോൾ ഉജ്ജ്വല ചരിതം എന്നെഴുതിയ തലക്കെട്ടിൻ്റെ കീഴിൽ ലൊട്ടിലൊടുക്ക് കേസസ് സോൾവ്ഡ് 23, അൺസോൾവ്ഡ് 1, മർഡർ സോൾവ്ഡ് 1 എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ അൺസോൾവ്ഡ് കേസ് പാത്തുമ്മയുടെ ആടിനെ കണ്ടെത്താൻ കഴിയാത്തതാണ്. ഇനി WCUവിലെ മിന്നൽ മുരളി, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ജാംബി കണക്ഷൻ. ഉജ്ജ്വലൻ പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിൻ്റെയും ക്യാരക്ടേഴ്സിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഗൗതം ആൻഡ് ദിവ്യ, നിങ്ങളിത് ഏത് യൂണിവേഴ്സിലാണ്? അവർ 2 പേരും വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ WCUവിലെ അടുത്ത സിനിമയായ ജാംബിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ദിവ്യ പറയുന്നത് വീക്കെൻഡല്ലേ, നാട്ടിൽ പോവുകയാണ് എന്നാണ്. അവർ പോകുന്നത് നീലിമലയാർക്കാണ്. ഗൗതമാണ് നീലിമലയാർ ഉത്സവത്തിൻ്റെ ഫുൾ സ്പോൺസർ എന്നും പറയുന്നുണ്ട്. ഉത്സവത്തിനിടയിൽ വെളിച്ചപ്പാടിന് സോംബി അറ്റാക്ക് ഉണ്ടാകുന്നതാണ് ജാംബിയുടെ കഥയെന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നുമുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കരാട്ടെ മാസ്റ്ററും പിള്ളേരും രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കോമ്പറ്റീഷന് പോകാനുള്ള ഒരുക്കത്തിലാണ്. എവിടെയാണ് കോമ്പറ്റീഷൻ എന്ന് ചോദിക്കുന്നതിന് മറുപടി പറയുന്നത് മഞ്ചാടിക്കാടാണ് കോമ്പറ്റീഷൻ എന്നാണ്. മിന്നൽ മുരളിയിൽ പ്രതിപാദിക്കുന്ന സ്ഥലമാണ് മഞ്ചാടിക്കാട്. കോമ്പറ്റീഷനിൽ കുറുക്കൻ മൂലയിൽ നിന്നും ബ്രൂസ്ലി, ബിജിയും പിള്ളേരും ഉണ്ടാകുന്നതിന് സംശയമില്ല. ബസ് പോകുന്നത് പ്ലാച്ചിക്കാവിൽ നിന്നും നീലിമലയാർ വഴി മഞ്ചാടിക്കാടിനാണ്. സോ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിനെ മോശമല്ലാതെ വളരെ ലളിതമായി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബലവാൻ സിമെൻറ്റിൻ്റെ പരസ്യം ഇത് മിന്നൽ മുരളിയിലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലും കാണിക്കുന്നുണ്ട്. 2 സിനിമകളിലെയും കഥകൾ നടക്കുന്നത് ഒരേ കാലഘട്ടമാണെന്നും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം തുടർന്നു വരുന്ന സിനിമകളിൽ കാണുവാൻ കഴിയും എന്നതിന് ഉറപ്പ് നൽകുന്ന കാര്യങ്ങളാണിതൊക്കെ. 90കളിൽ കേരളത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പര, തുടർന്നുള്ള അന്വേഷണം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സത്യത്തിൽ ലക്ഷ്യം വെച്ചത് ഒരു ഷെർലക് ഹോംസ് ടൈപ്പ് കഥയാണ്. പക്ഷേ എല്ലാം വളരെ മിനിമൽ ലെവലിലായിരുന്നു എന്ന് മാത്രം. ഒട്ടുമിക്ക കൺക്ലൂഷൻസും സാധാരണക്കാരനായ ഒരാൾക്ക് തോന്നാവുന്ന രീതിയിലായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അധികം ഞെട്ടൽ ഉണ്ടാവണമെന്നുമില്ല. ഉദാഹരണത്തിന് ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം കുറ്റം അന്തിക്കുരുടലിൽ ചാർത്തുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ശക്തമായ തെളിവുകളും ഇല്ലാതെയാണ്. എന്നാൽ അവസാനം ജോമോൻ്റെ ഇരട്ട എഴുതി വെക്കുന്ന എഴുത്ത് കണ്ട് അതൊരു വലത് കയ്യൻ എഴുതിയതാണെന്ന് പറയുന്നതും വിശദീകരിക്കുന്നതും അസാധാരണമായ നിരീക്ഷണ പാഠവും ഉള്ളതുപോലെയുമാണ്. ഉജ്ജ്വലൻ്റെ അക്യൂട്ട് ഒബ്സർവേഷൻസും ലോജിക് ആൻഡ് ഡിഡക്ഷനും സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും ഒരുപാട് ഇംപ്രൂവ്ഡ് ആയതായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇതിനേക്കാൾ മികച്ച കുറ്റാന്വേഷണ കഥകൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ഇക്കണ്ട കൊലപാതകങ്ങളൊക്കെ ചെയ്യാനുള്ള വില്ലനെ പ്രേരിപ്പിച്ചതും വില്ലൻ്റെ ഭൂതകാലവും പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയില്ല എന്നൊക്കെ പലയിടത്തായി കേട്ടിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരാൾക്ക് വില്ലനാവാൻ പ്രത്യേകിച്ച് കാരണം വേണമെന്നും അത് നമ്മളെ ബോധ്യപ്പെടുത്തണമെന്നും എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ കുറച്ച് കടന്നു കൈയാണ്. ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് വില്ലനാവാം, അക്രമങ്ങൾ ചെയ്യാം, കൊലപാതകങ്ങൾ ചെയ്യാം, കാരണം അയാൾ അങ്ങനെയാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ കഥയിൽ പോരായ്മകൾ ഉള്ളതായി തോന്നിയത് പ്രധാനമായും ഒരിടത്താണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥൻ വിശദീകരണം നൽകുന്നിടത്ത്. ആ കഥാപാത്രം നൽകുന്ന ഷൂവിനെക്കുറിച്ചും ഉയരത്തിൽ വലിച്ചു കെട്ടിയതിനെക്കുറിച്ചുമൊക്കെയുള്ള വിശദീകരണം ഒരു ഡിറ്റക്റ്റീവ് കണ്ടെത്തേണ്ടതാണ്. അവിടെയാണ് ഡിറ്റക്റ്റീവ് മികച്ചതാവുന്നത്. എന്നാൽ അക്രമിയുടെ രീതികളും പോലീസ് സ്റ്റേഷനിലെ ബോർഡിലെ മെഡിക്കൽ റിപ്പോർട്ടും ഫോറൻസിക് ഓഫീസർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമായി ക്രൈം വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. ഇതൊരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കഥ മാത്രമാണ്. പിന്നെ വർഷങ്ങൾ കൂടി ഇറങ്ങിയ ഒരു നല്ല ധ്യാൻ ശ്രീനിവാസൻ സിനിമയും. പിന്നെ പെർഫോമൻസസ്, ടൈറ്റിൽ ക്യാരക്ടറും കൂടെയുള്ളവരും എല്ലാം നന്നായപ്പോൾ ഏറ്റവും മികച്ചതാവേണ്ടിയിരുന്ന വില്ലൻ കഥാപാത്രം മോശം പ്രകടനമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതിനൊരു സെക്കൻഡ് പാർട്ട് വന്നാൽ ഉറപ്പായും കാണും. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിനായി കാത്തിരിക്കുന്നവരിൽ ഒരാളാണ് ഞാനും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. 80കളിലും 90കളിലും സെറ്റ് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കാണണമെന്നുള്ളവർക്ക് 2019 കന്നഡ സിനിമ ബെൽ ബോട്ടം ട്രൈ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.